everyone, welcome back to Xylem Learning. Anuma Mrs. here. ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിരവധി ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയില്ല കെമിസ്ട്രിയിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. സോ ഫാർ നമുക്ക് ഫിസിക്കൽ ചേഞ്ചസ് എന്താണ്, കെമിക്കൽ ചേഞ്ചസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചേഞ്ചസിൽ പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ ചേഞ്ചും അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് മിസ് പിക്ക് ചെയ്തിട്ടുള്ളത്. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. സോ ദ ക്വസ്റ്റ്യൻ ഈസ് explain why rusting of iron object is faster in coastal areas than in deserts. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ റസ്റ്റിംഗ് ഓഫ് അയൺ എന്നുള്ളത് എന്ത് ടൈപ്പ് ഓഫ് ചേഞ്ചാ? ദാറ്റ് ഇസ് എ കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ചസിന്റെ പ്രത്യേകത എന്താണ്? ദ ചേഞ്ചസ് ആർ പെർമനന്റ്. നമുക്ക് തിരിച്ച് പഴയ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് എന്താണ്? അയൺ എന്നുള്ള നമ്മുടെ മെറ്റല് ഓക്സിജനും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അയണിന്റെ ഓക്സൈഡ് ആയിട്ട് മാറുന്ന പ്രോസസ് ആണ് റസ്റ്റിംഗ് എന്ന് പറയുന്നത്. അയണിന് മാത്രമല്ല, മോസ്റ്റ് ഓഫ് ദ മെറ്റൽസിനും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് another part of chemistry that is called corrosion. എന്താണ് കൊറോഷൻ എന്ന് പറയുന്ന ലോഹനാശനത്തിലേക്കാണ് ഈ റസ്റ്റിംഗ് ഓഫ് അയണും മറ്റ് മെറ്റലിൽ നിന്ന് നശിച്ചു പോകുന്നതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ കൊറോഷൻ എന്താണെന്നുള്ളത് ഇൻ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടെ ഹയർ ക്ലാസ്സസിലാണ്. ബട്ട് ഈവൻ ദോ 7th സ്റ്റാൻഡേർഡിലും നിങ്ങൾ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് തിങ്സ് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ നോക്കാം എന്തുകൊണ്ടാണ് കോസ്റ്റൽ ഏരിയാസിലുള്ള ഈ പറയുന്ന കൊറോഷൻ അല്ലെങ്കിൽ റസ്റ്റിംഗ് ഓഫ് അയൺ എന്നുള്ള പ്രോപ്പർട്ടി കൂടുതലായിട്ട് വരുന്നത്. അതായത് ഡെസേർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ റസ്റ്റിംഗ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കുറവാണ്. എന്നാൽ ഡെസേർട്ട് ഏരിയാസിൽ അത് ഭയങ്കര ഫാസ്റ്ററായിട്ട് നടക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ റീസൺ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും കോസ്റ്റൽ ഏരിയസിൽ ഇത്തരം റസ്റ്റിംഗ് കൂടുതൽ? അവിടുത്തെ വീടുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടുത്തെ വീട്ടിലെ ജനൽ കമ്പികളും അതേപോലെ തന്നെ മറ്റൊരു മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ റസ്റ്റഡ് ആയിട്ട് കാണുന്നതുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇതിന്റെ കാരണം എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ലെറ്റ് സി എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് അല്ലേ. ആസ് ദ കോണ്ടന്റ് ഓഫ് മോയ്സ്ചർ ഇൻ ദ എയർ ഇൻ ദ കോസ്റ്റൽ ഏരിയാസ് ഈസ് ഹയർ ദാൻ ഇൻ ദ എയർ ഇൻ ദ ഡെസേർട്ട്. അതായത് നമുക്കറിയാം കടൽ പ്രദേശത്ത് അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയാസിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എയറിനകത്തുള്ള മോയ്സ്ചറിന്റെ അളവ് എപ്പോഴും കൂടുതലായിരിക്കും. മോർ ഓവർ അവിടെ നമുക്കൊരു ഉപ്പ് രസം ഫീൽ ചെയ്യില്ലേ? യെസ്, ഈ രണ്ട് സാധനങ്ങളും നമ്മുടെ മെറ്റൽസിന് അത്ര ഇഷ്ടമുള്ള ആളുകളല്ല. കാരണം എന്താണ്? സോ ദ പ്രോസസ് ഓഫ് റസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയാസിൽ കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ എയർ കണ്ടന്റ് അതുപോലെ തന്നെ സാൾട്ട് ലവണങ്ങളൊക്കെ ആയിട്ട് ഈ മെറ്റൽ റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്ത് ഈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അയൺ എന്തായിട്ട് ഉണ്ടാവും? അയണിന്റെ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഒരു ചിത്രം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ദിസ് ഈസ് കോൾഡ് റസ്റ്റിംഗ് ഓഫ് അയൺ. നമുക്കിതിനെ ഏത് കാറ്റഗറിയിൽ പെടുത്താമെന്നാ മിസ് പറഞ്ഞിരിക്കുന്നത്? വി ക്യാൻ ക്ലാസിഫൈ ദം ഇൻ ദ കേസ് ഓഫ് കൊറോഷൻ, മെറ്റൽ കൊറോഷൻ എന്നുള്ള ഏരിയയിലേക്ക് നമുക്ക് നോക്കാം. സോ കൊറോഷൻ ഈസ് എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് കൺവേർട്ട് എ റിഫൈൻഡ് മെറ്റൽ ഇൻടു എ കെമിക്കലി സ്റ്റേബിൾ ഓക്സൈഡ്. അപ്പൊ എന്താണ്? ഒരു മെറ്റലിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്ന പരിപാടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊറോഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഗ്രാജുവൽ ഡിറ്റീരിയറേഷൻ ഓഫ് എ മെറ്റീരിയൽ യൂഷ്വലി ബൈ കെമിക്കൽസ് ഓർ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വിത്ത് ദർ എൻവയോൺമെന്റ്. അതായത് ആ ഒരു മെറ്റീരിയലും അതേപോലെ തന്നെ ഓക്സിജന് അതുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ കൊറോഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാലേ, പലതരത്തിലുള്ള മെറ്റൽസ് നമ്മൾ പലതരത്തിലുള്ള വലിയ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയിലുള്ള കുറേ ആളുകൾ അല്ലെ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള മോയ്സ്ചറൊക്കെ ഇടപെടുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ഭയങ്കരമായിട്ട് മെറ്റൽ കൊറോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലേ എത്ര വലിയ ലോസാ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ഈ കൊറോഷൻ ഇല്ലാതെ മെറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ടെക്നിക്സുകൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ പെയിന്റ് ചെയ്യുക എന്നുള്ളത്. ലോഹം ഉപയോഗിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പെയിന്റ് ചെയ്തിട്ട് ആ ഓക്സിജനുമായിട്ടുള്ള സർഫസ് ചെയ്യുന്ന ഏരിയ നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഗാൽവനൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് ഓഫ് സിങ്ക് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ മെറ്റൽ. സിങ്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പർ പാർട്ട് കോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. നമുക്ക് വേണ്ട മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് മിസ് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആയിട്ട് വരാം. അണ്ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.